നമസ്കാരം. വെൽക്കം ബാക്ക് ടു ബിസിനസ് മാസ്റ്ററി ഹബ്ബ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ, ഇന്നലെ വരെ നമ്മൾ പറഞ്ഞ ബിസിനസിന്റെ അത്ഭുതകരമായ വളർച്ച എങ്ങനെയാണ് സാധ്യമാകുക എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റ് സീരീസിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇന്നലെ നമ്മൾ ഇതിനെ പറ്റി പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറെ ടെക്നിക്കുകൾ നമ്മൾ പഠിപ്പിച്ചു. അതൊക്കെ നിങ്ങൾക്ക് വളരെ ലളിതമായി പാകപ്പെടുത്താൻ പ്രാവർത്തികമാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചു എന്നാണ് മനസ്സിലാവുന്നത്. അപ്പൊ ഇന്നലെ നമ്മൾ ലോ ഫോക്കസിനെ പറ്റി പറഞ്ഞു. എവിടെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അവിടെ നമുക്ക് ബിസിനസ് വളർത്താൻ പറ്റും എന്നതിനെ പറ്റി. ഇന്ന് വളരെ പ്രധാനമായിട്ടുള്ളതാണ് ഈ അഞ്ചാമത്തെ ഈ കാര്യം. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ട് പലരും പ്രാവർത്തികമാക്കാത്ത ഒരു തത്വത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. റിലീസ്, കൺട്രോൾ, ട്രസ്റ്റ് ദ ഫ്ലോ എന്ന് പറയുന്നു. അപ്പൊ അതിനു മുമ്പ് നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങൾ എല്ലാവരും ബിസിനസ് ആൾക്കാരാണ്. ബിസിനസിന്റെ പർപ്പസ് എന്താണ്? വൈ ഡു യു ഡു ബിസിനസ്? നിങ്ങൾ എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത്? അതൊന്ന് നിങ്ങൾ ഒന്നുകൂടി പുനർവിചിന്തനം ചെയ്യണം. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ബിസിനസ് ചെയ്യുന്നതിന്റെ കൃത്യമായ ക്ലാരിറ്റി നിങ്ങൾക്ക് വരുത്തണം. എല്ലാ ക്ലാസ്സിലും അത് പറഞ്ഞു പോകണമെന്ന് കരുതണം. കാരണം അത് നിങ്ങളുടെ പറഞ്ഞ് നിങ്ങളിലേക്ക് അത് എത്തിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് എന്തിനാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം മറ്റ് ക്ലാസ്സുകളിൽ ഞാൻ ഇതിനെ പറ്റിയിട്ട് കൃത്യമായി പറയുന്നുണ്ട്. ഇതിപ്പോ ഒരു പോഡ്കാസ്റ്റ് സീരീസ് ആയതുകൊണ്ട് അത് ആ രീതിയിലല്ല. പക്ഷെ ഇതിനു മുമ്പത്തെ വീഡിയോസിലൊക്കെ വൈ ഡു യു ഡു ബിസിനസ് എന്നതിനെ പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഈ ചാനലിൽ ഒന്ന് കയറി നോക്കുക. ബിസിനസിനെ പറ്റി എന്തിനു വേണ്ടി ചെയ്യുന്നു, ഹൗ ടു മേക്ക് പ്രോഫിറ്റ് എന്നതിനെ പറ്റിയിട്ടൊക്കെ അങ്ങനെ കുറെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അതൊന്ന് വീഡിയോ കാണുക, അതൊന്ന് കമന്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. അതുപോലെ തന്നെ നമ്മൾ ബിസിനസിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതിന് അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്, ഇതിന് താഴെ എന്റെ പഴയ ക്ലാസ്സിലൊക്കെ പങ്കെടുത്ത ആൾക്കാർ ഒരു വേർഡ് എഴുതിയിടുന്നുണ്ടാവും. ഞാനത് പറയുന്നില്ല ഇപ്പോൾ, കാരണം ഞാൻ മുഴുവനായി എന്റെ മനസ്സിലെപ്പോൾ ഉൾക്കൊള്ളുന്ന ഒരു വേർഡ് ആയതുകൊണ്ട് നിങ്ങളൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കാനായിട്ട് അതൊന്ന് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, ജസ്റ്റ് കമന്റ് ഇറ്റ് വാട്ട് യു ആർ ദാറ്റ്. ഓക്കെ, അപ്പോ ബിസിനസിന്റെ നമ്മള് റിലീസ്, കൺട്രോൾ, ട്രസ്റ്റ് ദ ഫ്ലോ എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. അതായത് ബിസിനസ്സിൽ നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രാവർത്തികമാക്കേണ്ട ഒരു നിയമമാണ്. നമ്മൾ എപ്പോഴും എന്താ ചെയ്യുന്ന നമുക്ക് ബിസിനസ് ഇപ്പോ ഒരു ഗോള് സെറ്റ് ചെയ്യാണ്. നേരത്തെ പറഞ്ഞില്ല, നമ്മൾ ഈ മാസത്തെ നമ്മുടെ ബിസിനസിനെ പറ്റി നമ്മൾ പ്ലാൻ ചെയ്തു. 25 ലക്ഷം രൂപ ആണ് ഈ മാസത്തെ എന്റെ ബിസിനസ് ടാർഗറ്റ് എന്ന് നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ എന്താ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, ഈ 25 ലക്ഷം കിട്ടാനായിട്ട് നമ്മൾ നെട്ടോട്ട് ഇടും. അതിന് നമ്മൾ മാക്സിമം എനിക്ക് 25 ലക്ഷം വേണം, എനിക്ക് ഈ മാസം വേണം, എപ്പോൾ ആവുമെന്ന്, എന്താവുമെന്ന്, എങ്ങനെ ആവുമെന്ന് എനിക്ക് ഒരു പിടിയില്ല, ഈ മാസം എനിക്ക് അത് 25 ലക്ഷം രൂപ, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ലോൺ അടക്കാനുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടൊക്കെ എനിക്ക് ഇത്ര അടക്കാനുണ്ട്, അപ്പൊ എത്ര കിട്ടിയാലേ അടക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ്, ഒരു ചെറുത്തുനിൽപ്പ് നമ്മൾ നടത്തും. ഇത് സ്വാഭാവികമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം. പക്ഷെ ഇവിടെയാണ് ഈ റിലീസ്, കൺട്രോൾ എന്ന് പറയുന്ന ഒരു നിയമത്തിന്റെ പ്രത്യേകത. നമ്മളെപ്പോഴും ബിസിനസ് ലോകത്ത് പലപ്പോഴും നാം കാര്യങ്ങളെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ അത് പലപ്പോഴും അമിതമായ സമ്മർദ്ദത്തിലേക്കും നിരാശയിലേക്കും നമ്മളെ നയിക്കുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതായത് നമ്മൾ നിയന്ത്രണത്തെ എത്ര കണ്ട് നിയന്ത്രിക്കുന്നു അത്രയും നമ്മൾ സമ്മർദ്ദത്തിലാവും. നമുക്കൊക്കെ അനുഭവമുള്ളതാണ്. അപ്പൊ അത് നിരാശയിലേക്ക് നമ്മൾ നയിക്കും. അപ്പോൾ ഇവിടെ ഈ നിയമം, നമ്മൾ നിയന്ത്രണത്തെ വിടുക, ഒഴുക്കിനെ വിശ്വസിക്കുക എന്ന് പറയും. അതായത് നിങ്ങൾ ലക്ഷ്യങ്ങളെ വ്യക്തമായി ശ്രദ്ധ നിലനിർത്തുന്നതോടൊപ്പം അവ അങ്ങനെ തന്നെ സംഭവിക്കും എന്നതിനെ കുറിച്ചുള്ള പൂർണ്ണമായ വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക. അല്ലാതെ അതിൽ ഉത്കണ്ഠപ്പെട്ട് നിൽക്കരുത് എന്നാണ് ഈ പറഞ്ഞതിന്റെ മറ്റൊരർത്ഥം. അപ്പൊ നമ്മൾ അത് മറ്റൊരു രീതിയിൽ പറയും, ഡോണ്ട് ചേസ്, ഒൺലി അട്രാക്ട് എന്ന് പറയും. നമ്മൾ ചേസ് ചെയ്യരുത് ഒരു കാര്യത്തെയും, അതിനെ ഇങ്ങ് വരാനായിട്ട് അനുവദിക്കുക, അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നിരന്തരം കസ്റ്റമേഴ്സിനെ വിളിച്ചിട്ട് ഇങ്ങനെ എടുക്കൂ വാങ്ങിക്കൂ എന്ന് ചോദിക്കുന്നതിലല്ല കഴിവ്. അവരെ ഇങ്ങോട്ട് വിളിപ്പിക്കാനുള്ള ടെംപ്ടേഷൻ, അട്രാക്ഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
അത് വലിയ വലിയ ബിസിനസ്സുകളൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അവരാരും കസ്റ്റമർ നിങ്ങൾ ഇത് വന്നാൽ ഇത് ചെയ്യാം എന്നൊന്നും പറയാറില്ല. നമുക്ക് ടെംപ്റ്റേഷൻലി അവിടെ പോകാനും അത് വാങ്ങിക്കാനുമുള്ള ഒരു അട്രാക്ഷൻ അവർ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഇത് നിങ്ങൾ ആകർഷിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം എന്നുള്ളതാണ്. നിങ്ങളുടെ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ അത്രയധികം മികച്ചതാക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിനെ ശക്തമായ ഒരു മാഗ്നറ്റിസം നൽകുക, അങ്ങനെയുള്ള ഒരുപാട് പ്രക്രിയകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. അത് ഞാൻ മറ്റൊരു ക്ലാസ്സിൽ നിന്നൊക്കെ ഹൗ ടു ബിൽഡ് എ ബ്രാൻഡ് എന്നതിനെ പറ്റി പറയുമ്പോൾ പറയാം. അപ്പൊ ഇത് വളരെ കൃത്യമായി ഓപ്പൺ ആണ്. നിങ്ങൾ എപ്പോഴും ചേസ് ചെയ്യാതെ പഠിക്കാതിരിക്കുക, അല്ല നിങ്ങൾ എപ്പോഴും ചേസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ആ കസ്റ്റമർ വരാനുള്ള നിങ്ങളുടെ മാനസികാവസ്ഥയെ മാറ്റപ്പെടുത്തുക, അയാൾ നന്നായി പെരുമാറുക. കസ്റ്റമർ പറയാറുണ്ട് പൊതുവെ, ഉപഭോക്താക്കളോട് കൊഞ്ചരുത് എന്ന് പറയാറുണ്ട്. അവരെ സേവിക്കുക മാത്രമേ ചെയ്യാവൂ. ഡോണ്ട് ബെഗ് ദ ക്ലയൻസ്, സെർവ് പവർഫുള്ളി എന്ന് പറയും. ഇത് വളരെ കൃത്യമായി രണ്ടാമത്തെ പോയിന്റ് ആണ് പറഞ്ഞത്. ഡോണ്ട് ബെഗ് ക്ലയൻസ്, സെർവ് പവർഫുള്ളി എന്ന് പറയും. നമ്മൾ അവരോട് കെഞ്ചി നടക്കാതെ, നമ്മളുടെ മൂല്യങ്ങൾ കുറക്കാതെ, പകരം നിങ്ങളുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വഴി അവർക്ക് പ്രയോജനകരമാവുന്ന രീതിയിൽ അതിന് വ്യക്തമാക്കി കൊടുത്തുകൊണ്ട് ഉയർന്ന നിലവാരമുള്ള സേവനം നൽകുമ്പോൾ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുമ്പോൾ, ആ ഒരൊറ്റ കാര്യത്തിലൂടെ അതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് മികച്ച അനുഭവം ലഭിക്കുകയും അവർ നിങ്ങളെ തേടി വരികയും ചെയ്യും. ഇത് വളരെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഡോണ്ട് വറി അബൌട്ട് കോമ്പറ്റീഷൻ, ഫോക്കസ് ഇൻവേർഡ് എന്ന് പറയും. അതായത് മത്സരത്തെ കുറിച്ച് വിഷമിക്കരുത്, നമ്മളിലേക്ക് ഇതിന്റെ അന്തരത്തിലേക്ക് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. മത്സരം ബിസിനസിന്റെ ഒരു ഭാഗമാണ്, എപ്പോഴും അത് ഉണ്ടാവുക തന്നെയും. എന്നാൽ മത്സരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുത്തും. നിങ്ങളുടെ ബിസിനസ് ശക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതുല്യത എന്ന് പറയുന്നത്, നിങ്ങളുടെ ബിസിനസിന്റെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എത്രത്തോളം നിങ്ങൾ കേന്ദ്രീകരിക്കുന്നു, നിങ്ങൾ അതിൽ എത്രത്തോളം ഫോക്കസ് ചെയ്യുന്നു, അതിൽ മാത്രമായിരിക്കണം. നിങ്ങളുടെ തനതായ കഴിവുകളും ഉൽപ്പന്നങ്ങളുടെ മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധിക്കുമ്പോൾ മറ്റുള്ളവർ അനുകരിക്കുന്നതിന് പകരം സ്വയം ഒരു പുതിയ പാത നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ വളരെ കൃത്യമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ. ഡു യുവർ വർക്ക് വിത്ത് ക്ലാരിറ്റി, ലെറ്റ് ഗോ ഫോർ ആങ്സൈറ്റി ആൻഡ് റിസൾട്ട്സ് എന്ന് പറയും. അപ്പൊ നമ്മുടെ കർമ്മത്തെ, നമ്മുടെ കൃത്യമായി ചെയ്തു പോവുക. കോമ്പറ്റീഷനും കാര്യങ്ങളും നമ്മുടെ വിഷയമല്ല, നമുക്ക് വരാനുള്ള, നമ്മളിലേക്ക് വരിക തന്നെ ചെയ്യുന്ന രീതിയിൽ പൂർണ്ണമായ വിശ്വാസം നിൽക്കുക. അപ്പൊ നിങ്ങളുടെ കടമകൾ എന്താണ്, കസ്റ്റമറോടുള്ള നൽകേണ്ട കടമകൾ വ്യക്തമായ ലക്ഷ്യബോധത്തോടെയും ആത്മാർത്ഥതയോടും കൂടി ചെയ്യുക. നിങ്ങളുടെ ഓരോ പ്രവർത്തനത്തിലും 100% സമർപ്പണം നൽകുക. എന്നാൽ ആ പ്രവർത്തനത്തെ ഫലം എന്തായിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠപ്പെടാതിരിക്കുക. പകരം നിങ്ങൾക്കറിയാം ഇന്നതായിരിക്കും ഫലം. അത് ആ ഫലത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ശരിയായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശരിയായ ഫലങ്ങൾ സ്വാഭാവികമായി വന്നു ചേരും എന്ന് നിങ്ങൾക്കറിയാവുന്നത് കൊണ്ട് തന്നെ അതിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ മനോഭാവം ഉണ്ടാക്കിയെടുത്താൽ നിങ്ങളെ സമ്മർദ്ദങ്ങളില്ലാതെ പ്രവർത്തിക്കാനും കൂടുതൽ ക്രിയാത്മകമായി ചിന്തിക്കാനും സഹായിക്കുമെന്ന് മാത്രം ഓർമ്മിക്കുന്നു. അപ്പൊ ഒഴുക്കിനെ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ അത്ഭുതങ്ങൾക്കായി ഒരു വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത്. കാരണം പ്രപഞ്ചം നിങ്ങൾക്കായി മികച്ചത് ഒരുക്കിയിട്ടുണ്ട് എന്ന് മറക്കാതിരിക്കുക. സോ ഇതും കൂടി നിങ്ങൾക്ക് നിത്യം പ്രാക്ടീസിലേക്ക് മാറ്റാൻ സാധിക്കട്ടെ എന്ന വിശ്വാസത്തോടു കൂടി ദിനേശ് മുഹമ്മദ് സൈനിങ് ഓഫ്. അപ്പൊ അടുത്ത ദിവസം അടുത്ത കാര്യവുമായി കാണാം. താങ്ക് യു വെരി മച്ച്. See you next session. Thank you all.